ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇതെപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് വെച്ചിട്ട് ഇത് നിങ്ങളുടെ എക്സിൻ്റെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് നിങ്ങളുടെ ഓരോ പ്രസൻസും നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ ഇമോഷൻസും അതൊക്കെ ഇപ്പോൾ അയാൾ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ മേ ബി നിങ്ങളൊരു സ്പിരിച്വൽ ലെവലിലുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളൊരു പ്യുവർ സോളും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് അയാൾക്കും കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ പലതരത്തിൽ നിങ്ങൾ ഇമോഷണലി ഒക്കെ അയാളെ ഹീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ ഓഫ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പേഴ്സണ് നിങ്ങളോട് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സണ് നല്ലതുപോലെ അറിയാം, അതായത് ഇപ്പോൾ നിങ്ങളൊരു ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊരു ബന്ധമല്ല ഇത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അയാൾക്ക് അറിയാം നിങ്ങളോട് തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറേ കൂടെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. വീണ്ടും പലതരത്തിലും നിങ്ങളുടെ അടുത്തോട്ട് വരാനും പിന്നെ നിങ്ങളോട് സംസാരിക്കാനും ഇതിനെപ്പറ്റി ഒരു റീയൂണിയനെ പറ്റി ഒക്കെ ചിന്തിക്കാനും ഒക്കെ പറ്റില്ല എന്നറിയാം. അതായത് ആ ഒരു ടൈം പീരീഡൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഡിസ്റ്റൻസിലാണ്. മൈൻഡ് കൊണ്ടും എല്ലാ തരത്തിലും നിങ്ങൾ നല്ലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വരാൻ അയാൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണെന്നും അയാൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എനർജി, നിങ്ങൾ ഭയങ്കര സ്പിരിച്വൽ ആളായതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്പിരിച്വൽ ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫും ചൂസ് ചെയ്ത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് പിന്നെ നിങ്ങൾ സെൽഫ് കെയറും സെൽഫ് ലവും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ എല്ലാം ഇനി യൂണിവേഴ്സിൽ അർപ്പിച്ച് അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ നിങ്ങളിലോട്ട് കൂടുതൽ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഇത് എങ്ങനെ പഴയതുപോലെ ആകുമോ ഇല്ലയോ ഒന്നും കറക്റ്റായിട്ട് അയാൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. പക്ഷേ അയാൾക്കറിയാം പെട്ടെന്ന് തന്നെ നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോൺടാക്റ്റ് ചെയ്യാനും പറ്റില്ല. അതായത് നിങ്ങൾ തമ്മിൽ മാനസികമായിട്ടും ഒരുപാട് നിങ്ങൾ അകന്നു ആ ഒരു പേഴ്സണിൽ. അപ്പോൾ പഴയതുപോലെ അത്ര എളുപ്പമല്ല ഇപ്പോൾ നിങ്ങളിലോട്ട് വരുന്നതൊന്നും ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങളുടെ ഒരു കാർമിക്കിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിന് ഒരു കാർമിക് എൻഡ് ആയിരിക്കും മിക്കവാറും. ഇത് ഒരു റേസിംഗ് സൈൻ ആയിട്ട് അക്വേറിയസ്, സ്കോർപ്പിയോ, ലിയോ, ടോറസ് ഇങ്ങനെയുള്ള ആൾക്കാരാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സോഡിയാക് അത് റൈസിംഗ് സൈൻ ആവാനുള്ള ചാൻസും ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ഒരുപാട് കാർമിക്, അതായത് ഇപ്പോഴത്തെ ആ ഒരു എനർജി വെച്ചിട്ട് മെർക്കുറി റെട്രോഗ്രേഡ് ആണ്. അപ്പോൾ ഒരു മെയ് 14 മുതൽ ഒരു ഏപ്രിൽ 7 വരെ ഇങ്ങനെ നമുക്ക് നിങ്ങളുടെ എനർജീസിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും മനസ്സിലാവും. അതായത് ഇപ്പോൾ നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുമോ, നിങ്ങളായിട്ട് യാതൊരുവിധ തരത്തിലും കമ്മ്യൂണിക്കേഷനോ ട്രിഗറിങ്ങോ ഒന്നും ഇല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ടുള്ള കാമിക് സൈക്കിൾ എൻഡ് ആയി എന്നാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് ലെസൺ നിങ്ങൾ പഠിച്ചു. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത സ്റ്റേജ് ഓഫ് ലൈഫാണ്. അപ്പോൾ അതുപോലെ ഒരു നമുക്കിപ്പോഴത്തെ എന്ന് വെച്ചാൽ എനർജി വെച്ചിട്ട് നമ്മളുടെ ഇതും പിന്നെ അതുപോലെ തന്നെ എക്ലിപ്സ് പോർട്ടലും കൂടെ ഓപ്പൺ ആയത് സ്ഥിതിക്ക് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ മൊത്തത്തിൽ ഒരു റീസെറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട്, അതായത് നിങ്ങളുടെ കാമിക് ക്ലിയറൻസ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോൾ പേർപ്പസിലോട്ട് എത്താൻ വേണ്ടിയുള്ള ആ ഒരു പാത്തിലോട്ട് നിങ്ങൾ വന്നു, അല്ലെങ്കിൽ ആ ഒരു സോൾ പേർപ്പസിലോട്ട്
ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. അപ്പോൾ ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് അതാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ കോൺടാക്ട് ചെയ്യുന്നില്ല. അത് ഈ ഒരു എനർജി ഇപ്പോഴത്തെ യൂണിവേഴ്സൽ എനർജി ഇതായത് കൊണ്ട്, പ്ലാനറ്റ് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തരത്തിൽ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ആ ഒരു പേഴ്സൻ്റെ എനർജിയോ അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസോ ഫീലിങ്സോ ഒന്നും യാതൊരു തരത്തിലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നിങ്ങളെ ട്രിഗർ ചെയ്യുന്നില്ല, നിങ്ങൾ ലെറ്റ് ഗോ ആണ്. അപ്പോൾ അത് ഈ ഇപ്പോഴത്തെ ഒരു എനർജി ചേഞ്ചസ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സോൾ പേർപ്പസിൽ എത്തുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ആ ഒരു എനർജി എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു എനർജി, യൂണിവേഴ്സൽ എനർജിയുടെ ഇപ്പോഴത്തെ പ്ലാനറ്റ് പൊസിഷനൊക്കെ വെച്ചിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ചിട്ടും എല്ലാം നമുക്ക് ആ ഒരു മെസ്സേജ് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളും എന്തായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്, അതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് വേറൊരു ലൈഫ് അല്ലെങ്കിൽ വേറൊരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്ത് ഒരു പുതിയൊരു ലൈഫിൽ പുതിയൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്കൂടെ പോകാനാണ് നമുക്ക് പറയാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കാർമിക് ലൈഫിലും ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലൈഫ് ലെസൺസ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും ഒരു സ്പിരിച്വൽ ഗ്രോത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സണ് ആ ഒരു എനർജിയുടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൊണ്ടാണ് ആ ഒരു പേഴ്സണ് നിങ്ങളെ കണക്ട് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അയാളുടേതായിട്ടുള്ള രീതിയിൽ അയാളുടെ പേർപ്പസിൽ എത്താൻ വേണ്ടി അയാൾക്കും ഇതേപോലെ ട്രിഗറിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ നിങ്ങളോട് സോഫ്റ്റ് ആയിരിക്കുന്നതും നിങ്ങളോട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അയാളോട് യാതൊരു തരത്തിലും ഒരു അറ്റാച്ച്മെൻറ്റും പഴയ പോലത്തെ ഇതൊന്നും കാണില്ല. അപ്പോൾ അത് അയാൾക്ക് പ്രോബ്ലമും അത് അയാൾ ട്രിഗറിങ് ഉണ്ടാക്കും. അങ്ങനെ അയാളുടെ സോൾ പേർപ്പസിലോട്ടും പോകും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് നമുക്കിപ്പോൾ അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സ്. ഇപ്പോൾ ഇവിടെ കാർഡ്സിലും നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജി സെയിം തന്നെ ആണ്. നിങ്ങളുടെ ലൈഫിലും അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു സ്പിരിച്വൽ ഗ്രോത്തും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ലൈഫിൽ അയാളുടെ സോൾ പേർപ്പസിലോട്ടൊക്കെ വരാൻ വേണ്ടി സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കാം. മേ ബി ചിലപ്പോൾ അയാളുടെ ലൈഫിൽ അയാൾക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾ, അവരുടെ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ വോട്ട് ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ അവരിൽ നിന്ന് ഒരു ഡെത്തോ അല്ലെങ്കിൽ അത് അവരുടെ ഡിസ്റ്റൻസിലോട്ട് അകന്ന് പോകാനോ ഒക്കെ, അതായത് അയാൾ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടെ വരാനുള്ള എല്ലാ എനർജിയും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്നായിരിക്കും. അപ്പോൾ അതേപോലത്തെ ഒരു എനർജിയാണ് ഈ ഒരു കാർഡ്സിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇതിലൊരു സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ട്, മനസ്സിലായി. ഇപ്പോൾ ഇത്രയും നാളും നിങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആ ഒരു പേഴ്സൺ വരും എന്നൊക്കെ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ പെട്ടെന്ന് നിങ്ങൾ മാറി നിങ്ങളൊരു സ്പിരിച്വൽ സ്റ്റൈലിലോട്ടൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണും ഈ ഒരു ലൈഫ് പേർപ്പസിലോട്ട് വരേണ്ടത് കൊണ്ട് അയാളുടെ ലൈഫിലും എന്തൊക്കെയോ ഒരുപാട് നഷ്ടങ്ങളും അയാൾക്ക് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ അയാൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എനർജിയാണ് നമുക്കത്. നിങ്ങളുടെ എനർജി അല്ല, നിങ്ങൾക്ക് അങ്ങനെ വരുമെന്നല്ല, നിങ്ങൾ ഓൾറെഡി ആ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ കടന്നു പോയ ഒരാളാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുമെന്നല്ല പറയുന്നത്, നിങ്ങൾ സ്പിരിച്വലി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് സ്പിരിച്വാലിറ്റിയിലോട്ട് വരണമെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്തായാലും പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അയാളുടെ ലൈഫിൽ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി അയാൾക്ക് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനർത്ഥം നിങ്ങളോട് ഇഷ്ടമുണ്ടാവും, നിങ്ങൾ പറയുന്ന പോലെ അതല്ല, സ്പിരിച്വലി ആണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജിയും നിങ്ങളോടുള്ള ഇമോഷൻസും ഒക്കെ അയാൾക്ക് കുറച്ചുകൂടെ ഡെപ്തിൽ മനസ്സിലാകും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് എല്ലാവർക്കും ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എനർജി മാച്ച് ചെയ്യുന്ന ആൾക്കാർക്കും നല്ല രീതിയിൽ സ്പിരിച്വൽ ഗ്രോത്തും അതുപോലെ തന്നെ അവരുടെ പേഴ്സണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഭയങ്കര നല്ല ഒരു എനർജി ഉള്ളൊരു ഡിവൈൻ ഫെമിനൻ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻറ്റ്യൂഷൻസും നല്ല കാര്യങ്ങളും, ഇപ്പോൾ ടോറസ് ആൾക്കാർ വരുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ലീബ്ര വരുന്നുണ്ട്, എനർജിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഈ പ്ലേസ്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം, സൺ ആൻഡ് മൂൺ റേസിങ് സയൻസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ പോവുക, നിങ്ങളുടെ ഇന്നർ വോയിസിനെ നിങ്ങളെടുക്കുക, നിങ്ങളുടെ ഇന്നർ ഐ എന്താണ് പറയുന്നത് അതിനെ നിങ്ങൾ ഗൈഡ് ചെയ്ത് അതിൻ്റെ പുറകെ നിങ്ങൾ പോവുക. അതല്ലാതെ വേറെയുള്ള കാര്യത്തിലോട്ടൊന്നും നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് പേർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻറ്റ്യൂഷൻ, ബിക്കോസ് നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി ഹൈ ആയിക്കൊണ്ടിരിക്കുക
പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ പോകാമെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫോമിലായി. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ഇമോഷൻസും അറ്റാച്ച്മെൻറ്റും ഒന്നുമില്ല ആരോടും. ഇമോഷൻസ് ഉണ്ട് എന്നും പറഞ്ഞാൽ അറ്റാച്ച്ഡ് അല്ല, എല്ലാം ഡിറ്റാച്ച് ചെയ്ത് വളരെ ഫ്രീ ആയിട്ട് ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ലൊരു എനർജിയാണ് നിങ്ങൾ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു ഇതിൽ നിങ്ങളുടെ എല്ലാ നെഗറ്റീവ്സും എല്ലാ ട്രിഗറിങ് കാര്യങ്ങളുമൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും സ്പിരിച്വലി ഹൈ ആയതായാലും കൊണ്ട് നിങ്ങൾ ആ ഒരു കറക്റ്റ് ആ ഒരു സ്ട്രെങ്തിൽ തന്നെ നിങ്ങൾ പോവുക. കാരണം വെച്ചാൽ നിങ്ങൾ വേറെ ഒന്നിനെയും പേടിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ പേടി അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് യൂണിവേഴ്സിനെ എല്ലാം കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ പോവുക. നിങ്ങൾ അതുപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാം അതായത് എല്ലാം ധൈര്യത്തോടുകൂടി നിങ്ങൾക്ക് നേടാനും പറ്റും. എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനും പറ്റും. അത്രയ്ക്ക് പ്യുവറായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ അയാളിൽ എന്ന് വെച്ചാൽ ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട് അയാൾക്ക്. ചിലപ്പോൾ ആൽക്കഹോൾ ആയിരിക്കാം, അതായത് ചിലപ്പോൾ അതല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് നമുക്ക് നല്ല രീതിയിൽ ഒന്നും അയാളെ പറയാൻ പറ്റില്ല. എന്തൊക്കെയോ കാര്യത്തിൽ അയാൾ ഒരുപാട് അഡിക്ഷനും അങ്ങനെയുള്ള അതൊക്കെയുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ആരും പറഞ്ഞാൽ കേൾക്കാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും. അതായത് ഫുൾ ഓഫ് നെഗറ്റീവ്സ് ആണ് അയാളുടെ ഉള്ളിൽ. അപ്പം അങ്ങനെ കുറേ നെഗറ്റീവ് ആൾക്കാരും നെഗറ്റീവ് എനർജീസും ഒക്കെ അയാൾ വലിച്ചയുടെ ലൈഫ് ലോങ് അയാൾ കൊണ്ടു നടന്നിട്ടുണ്ട്. പാസ്റ്റിൽ ഒരുപാട് ഇതുണ്ട്. അതൊക്കെ അയാൾ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അയാളുടെ എനർജിയിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോഴൊക്കെ അതായത് അയാൾ ഓരോ സമയം ട്രിഗർ ചെയ്യുമ്പോഴും അയാൾക്ക് ഓരോ ടൈമിലും നിങ്ങളോട് കണക്ട് ചെയ്യാനും നിങ്ങളുടെ അടുത്തോട്ട് വരാനും ഒക്കെ അയാൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതായത് ഒരുപാട് അയാൾക്ക് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ. പക്ഷേ ആ ഒരു കോണ്ടാക്റ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് റീകണക്ട് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ അയാൾ ഇപ്പം ഇന്ന് വന്നെന്നും പറഞ്ഞ് നിങ്ങൾ അയാളോട് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നല്ല പറയുന്നത്. അയാൾ തിരിച്ചു പോകും. കാരണം വെച്ചാൽ അയാൾ ഒരുപാട് ഹീൽ ചെയ്യാനുണ്ട്. അയാളുടെ ഹീലിങ്ങിന് വേണ്ടി ഉള്ള ഒരു ഇതാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു അതായത് നമ്മൾ ഓരോ സോൾസും വന്നിരിക്കുന്നത് ഓരോ പേർപ്പസ് വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ സോളിൻ്റെ പേർപ്പസ് നിങ്ങളെ ഹീൽ ചെയ്യാനും അതുപോലെ വേറെ സോൾസിന് എന്നെ ഹീൽ ചെയ്യാനും. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് പേർപ്പസാണ് ഓരോരുത്തർക്കുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സോൾ പേർപ്പസിൻ്റെ അകത്തുള്ളതായിരിക്കും അയാളെ കൂടെ ഹീൽ ചെയ്യണം. അതല്ലാതെ എന്നെ തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാനല്ല പറയുന്നത്. ഈ സോൾ പേർപ്പസ് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളിലൊന്നും അല്ല സോൾ പേർപ്പസിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സോൾ പർപ്പസ് ചിലപ്പോൾ ഈ ഒരു പറയുന്ന നിങ്ങളുടെ എക്സിനെ ഹീൽ ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഈ കാണുന്ന ദേഷ്യങ്ങളൊക്കെ മാറി നിങ്ങൾ ആ ഒരു പവറിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാത്തിൽ നിന്ന് നിങ്ങളുടെ ലൈഫിനെ ഈ ഒരു ഇതിനെ അറ്റാച്ച്മെൻറ്റും വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരോടും യാതൊരുവിധ നമുക്കൊന്നും അങ്ങനെ തോന്നത്തില്ല. കാരണം എല്ലാം നമ്മൾ സോളായിട്ട് കാണും. അപ്പോൾ ഈ കാണുന്ന ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളിപ്പോഴും അറ്റാച്ച്മെൻറ്റ് വിട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ എനർജി നിങ്ങളുടെയും അല്ല ഈ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു എല്ലാവർക്കും പല എനർജീസാണ്. അപ്പോൾ ഈ ഒരു എനർജിയായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവരെല്ലാ രീതിയിലും വളരെ അറ്റാച്ച്മെൻറ്റും എല്ലാം കഴിഞ്ഞ് വളരെ കാമായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ ആണ്. അപ്പോൾ അതേ ഉള്ള പേഴ്സൺസ്, അപ്പോൾ ഈ ആൾക്കാർ അതായത് ഈ സോൾ പർപ്പസിലോട്ട് എത്തിയിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ എക്സോ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു പേഴ്സണെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതാണ് എന്നാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന എനർജി. അപ്പോൾ അതുകൊണ്ട് അയാൾ തിരിച്ച് വരും. എങ്ങനെ ഇപ്പോൾ കോൺടാക്ട് ചെയ്തില്ലെങ്കിലും അയാൾ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യും. ബിക്കോസ് അയാളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസിൽ കൂടെ പോകുന്നുണ്ട്. അയാൾക്ക് നിങ്ങളുടെ എനർജി മനസ്സിലായിട്ടുണ്ട്. അയാൾക്ക് നിങ്ങളെ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ആ ഒരു വ്യക്തി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകും. അത് പക്ഷേ ഒരു സ്പിരിച്വൽ ലെവലിലോട്ട് തന്നെ ആ ഒരു ഇത് പോകും. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരും ഗ്രോത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലൈഫിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി. ഒരു സോൾ പർപ്പസിൻ്റെ കാര്യത്തിലും എല്ലാ തരത്തിലും. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഇഷ്ടം എന്താണെന്നും നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണ് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒരു തിരിച്ചറിയും കാര്യത്തിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തിരിച്ചു വരുമോ, നിങ്ങൾ സംസാരിക്കുകയോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡെഫിനറ്റ്ലി പറയാൻ
പറയാൻ പറ്റും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അയാളുടെ കാമിക് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ അയാളെ സപ്പോർട്ട്, അതായത് വേണമെങ്കിൽ ഒരു ഗൈഡായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നിൽക്കും അയാളുടെ അടുത്ത്. അതേപോലത്തെ ഒരു സ്പിരിച്വൽ ലെവലിലോട്ട് നിങ്ങളും വരുന്നുണ്ട്, ആ ഒരു പേഴ്സണും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.